വാടി നിക്കുന്നത് വെള്ളം ഒന്നും ഒഴിക്കുന്നതാണല്ലോ. എന്തെയ്യുന്നു നീ? നല്ലൊക്കെ ചെടിയൊക്കെ ഒന്ന് വാടി നിൽക്കുന്നു. എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഇതായിരിക്കും കട പണി നേരത്തെ കഴിഞ്ഞല്ലോ. നേരത്തെ കഴിഞ്ഞു പണി ആണോ? ഇന്ന് ഉമ്മ വന്നായിരുന്നു വീട്ടിൽ നിന്ന്. വന്നായിരുന്ന? എന്താ പറഞ്ഞ? ഉമ്മ കൊറേ പലഹാരമൊക്കെ ആയിട്ട് വന്ന് കണ്ടിട്ട് പോയി. ഇവിടെ ഉമ്മ എങ്ങനെയായിരുന്നു? ഉമ്മ വലിയ കാര്യമായിരുന്നു. ഉമ്മ അടുത്ത് വിളിച്ച് കയറ്റി. ഇല്ല ഒന്നുമില്ല. എനിക്കതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. എന്തായാലും കയറി വരാൻ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ടോന്ന് പറഞ്ഞു. പക്ഷെ ഉമ്മയ്ക്ക് ഒരിടത്ത് പണിയൊക്കെ എന്നതാ. അതുകൊണ്ട് ഉമ്മ പെട്ടെന്ന് അങ്ങ് പോയി. പിന്നെ പോവാൻ നേരത്ത് ഉമ്മ ഒരു കാര്യം പറഞ്ഞു. അതെനിക്കൊരു വിഷമമായി. അതെ, ചടങ്ങുകൾ 2-3 ചടങ്ങ് നടത്തണമെന്ന്. പക്ഷെ എൻ്റെ ഉമ്മയെ കൊണ്ട് അതൊക്കെ ഒന്നും പറ്റത്തില്ലായിരിക്കും. ഇനി അതും കൂടെ ഞാൻ ചെയ്യിക്കണ്ടല്ലോ. എനിക്ക് വിഷമം വരുന്നു. എന്റെ ഉമ്മ പറഞ്ഞാ നിന്റെ ഉമ്മ പറഞ്ഞ ചടങ്ങ് നടത്തണമെന്ന്? ഇവിടുത്തെ ഉമ്മ എൻ്റെ ഉമ്മ അടുത്ത് പറഞ്ഞ് ഇപ്പോൾ 3-4 ചടങ്ങുകളൊക്കെ നടത്തണം, അല്ല പലഹാരം കൊണ്ടുവന്ന് എന്തിനെന്നൊക്കെ ചോദിച്ചു. ആൾക്കാരൊക്കെ ഉള്ളതാണ്. അപ്പം നിന്റെ ഉമ്മ എന്താ പറഞ്ഞു? ഉമ്മ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ഉമ്മ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ഉമ്മ അങ്ങ് അത് കേട്ടോണ്ട് ചെയ്യാന്നും പറഞ്ഞ് പോയി. പക്ഷെ ഉമ്മയെ കൊണ്ടേ എനിക്കൊരു വിഷമാണ്. ഉമ്മയെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലക്കാ. ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും അതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ചെയ്യണ്ടോ? ഞാൻ പറയാം. ഉമ്മ അടുത്ത് പറയണോ? ഞാൻ പറയാം. ഉമ്മ അടുത്തൊന്ന് പറഞ്ഞേരാ. ഞാൻ പറയാം. ചായ എടുക്കാം. ആഹാരമൊക്കെ കഴിച്ചാ? കഴിച്ച്. നീ വന്നായിരുന്നാ? എപ്പോ വന്ന് ജോലി കഴിഞ്ഞിട്ട്? ഞാൻ ഇച്ചിരി ഒന്ന് കിടന്നടാ. ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. ഞാൻ ഇച്ചിരി ഒന്ന് കിടക്കുമായിരുന്നു. തല ഇറങ്ങുന്നായിരുന്നു. സഫിയത്തിന്റെ ഉമ്മ ഇവിടെ വന്നിട്ട് ഉമ്മ അടുത്ത് എന്താ പറഞ്ഞു? പെണ്ണ് വന്നിട്ട് പോയി. കൊറേ പലഹാരമൊക്കെ കൊണ്ടുവന്നു. ഞാൻ എന്താ എടുത്ത് മാമാടെ വീട്ടിലൊക്കെ കൊടുക്കാൻ ഇച്ചിരി എടുത്ത് വെച്ചേക്കുന്നു. അങ്ങനെ പലഹാരമൊക്കെ ആയിട്ട് വന്ന്. സഫിയത്ത് ഉമ്മ എന്തോ പറഞ്ഞു ഉമ്മ അടുത്ത്? ഞാൻ നല്ലപോലെ തന്നെ പെരുമാറിയല്ല. ഞാനെന്താ പറയാ? എന്തോ ചടങ്ങ് എന്താ നടത്തണം പറഞ്ഞായിരുന്നു. നിന്റെ ആര് പറഞ്ഞു? അതെന്റെ അടുത്ത് സഫിയത്ത് പറഞ്ഞു. ഇപ്പൊ സഫിയത്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അവളെ ഉമ്മ അല്ലേ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പോയത്. അതിടാ ബന്ധുക്കളൊക്കെ അല്ലെങ്കിൽ പറയും നമ്മളായിട്ട് നടത്തി, അല്ലെങ്കിൽ പിന്നെ അവരെയൊന്നും അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടെ പിന്നെ പരാതി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു ചെറിയ ചടങ്ങ്, ഒരു ചടങ്ങല്ല 2-3 ചടങ്ങ് നടത്തണമെന്ന് പറഞ്ഞു. എന്താ തെറ്റാ? ഉമ്മ അവരത്തപ്പാടികളാ. ഉമ്മ ഉദ്ദേശിക്കുന്ന കണക്കൊന്നും നമ്മളെ ബന്ധുക്കളെ എല്ലാരെയും വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതിനൊന്നും താങ്ങത്തില്ല. ഉമ്മ അത് മനസ്സിലാക്കണം. അവരുടെ എല്ലാ ചുറ്റുപാടും ഉമ്മാക്കും അറിയാവുന്നതല്ലേ. പിന്നെ ചടങ്ങായിട്ട് നടത്തണ്ടേ? ഇപ്പൊ അവര് പേണുകാന്ന് പറഞ്ഞാൽ അവർക്കും ആദ്യത്തെ ഒരു പെണ്ണിന്റെ ഇതല്ലേ. അപ്പൊ അവർക്കും ആഗ്രഹം കാണത്തില്ലേ നടത്താൻ? ഉമ്മ അവർക്ക് ആഗ്രഹം. അവര് വിളിച്ച് പറഞ്ഞ നിന്റെ അടുത്ത് നടത്താൻ പറ്റത്തില്ലെന്ന്? അല്ല, എന്നോട് ഒന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ എന്നാലും അങ്ങനെയല്ല. നമ്മൾ അവരെ മനസ്സിലാക്കി വേണം നമ്മൾ അങ്ങോട്ട് പറയാനുള്ളത് ഓരോ കാര്യവും. സഫിയത്തിന്റെ ഉമ്മായെ ഏതൊക്കെ വീടുകളിൽ പോയി തൂത്തും വാരിയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നവരെ കാര്യങ്ങൾ നടക്കുന്നതാണ്. ഈ പറയുന്ന കണക്ക് ഉമ്മാടെ ബന്ധുക്കളെ എല്ലാരെയും വിളിച്ചങ്ങോട്ട് ഇതൊക്കെ നടത്തണം എന്ന് പറഞ്ഞൊരു കല്യാണത്തിന്റെ ആള് വരും. അതൊന്നും അവരെ കൊണ്ടൊന്നും ഇത്രയും വലിയൊരു എമൗണ്ടൊന്നും താങ്ങാൻ പറ്റത്തില്ല. പിന്നെ പരാതി എന്ന് പറയുന്ന പരാതി ആർക്കാ പറയാൻ വയ്യാത്തത്? എല്ലാവരും പരാതി പറയും. വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും പരാതി ആരാ പറയാത്തത്? പരാതി പറയും. പരാതിയൊന്നും കേട്ടോണ്ടൊന്നും ജീവിക്കാനൊന്നും ഇവിടെ പറ്റത്തില്ല. എങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്. അല്ല, ഞാൻ എൻ്റെ ആഗ്രഹവും ഒരു ഇതല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ആൾക്കാർ പലതും പറയും, നിങ്ങളത് കേൾക്കാൻ നിൽക്കരുത്. ഇനി വേണമെന്ന് വെച്ചാൽ വല്ലാത്ത തൊലിക്കട്ടിയെന്നും പറയും. അതൊക്കെ എന്തിനാ കേൾക്കാൻ പോകുന്നത്? നിങ്ങൾ നിങ്ങളെ കാര്യം നോക്ക്. എങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം കണക്ക് ഇപ്പം 7-ാം മാസം വിളിച്ചോണ്ട് പോകുന്ന ചടങ്ങെങ്കിലും നടത്തണം. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ
പിന്നെ പലതും പറയും. എന്തിനാണ് കേൾക്കാൻ പോകുന്നത്? എല്ലാരും അങ്ങനെ തന്നെ ഓരോന്ന് കാര്യങ്ങള് ആളുകളെ കൊണ്ട് പറയിക്കണ്ടെന്നും പറഞ്ഞങ്ങ് ചെയ്യുന്നതാ. അല്ലെങ്കിൽ ആ 7 മാസത്തെ ചടങ്ങ് വിളിച്ചോണ്ട് പോകുന്ന ചടങ്ങെങ്കിലും നടത്തണം. അതെങ്കിലും ചെയ്യിക്കാം. നീ എങ്കിലും ചെയ്യണം. ഞാൻ ഇവിടെ വന്നപ്പോ സബിയത്ത് പറഞ്ഞോണ്ടാ, ആ ഒരു വിഷമത്തോട് പറഞ്ഞോണ്ടാണ് ഈ ഉമ്മ അടുത്ത് ഇങ്ങനെ ഒന്ന് പറഞ്ഞത്. അല്ലാതെ ഇനിയിപ്പോ അഥവാ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നടത്തണം എന്ന് പറഞ്ഞാലും അതിന് ഞാൻ ചെലവാക്കണം പൈസ, എന്തെങ്കിലും ഒന്നുമില്ല. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്ക്. പിന്നേടാ അവർക്ക് വീടൊക്കെ വെക്കാൻ പൈസയൊക്കെ കിട്ടിയടാ പഞ്ചായത്തിൽ നിന്ന്. അത് നിന്റെ അടുത്ത് പറഞ്ഞാ? അത് പറഞ്ഞമ്മ. അതും പറഞ്ഞാ? ആദ്യം അതാ എന്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ അപ്പൊ അവരെ പൈസ ഇല്ലയോടാ? അതൊക്കെ എടുത്ത് ചെലവാക്കട്ടെ ഇങ്ങോട്ട്. ഒരു പെണ്ണിന്റെ കാര്യല്ലേ. ഉമ്മ ഒന്നും മിണ്ടായിരുന്നാണ്. അവർക്ക് വീട് വെക്കാൻ കിട്ടിയ പൈസ എടുത്ത് വെച്ച് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെ കാര്യം നോക്കിയൊന്ന്. വെറുതെ അവർക്ക് എവിടെന്നെങ്കിലും ഒക്കെ ഇത്തിരി പൈസ വീട് വെക്കാൻ കിട്ടി. ഇനിയിപ്പൊ അതെടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടി അവർക്ക് ചോറും കറിയും വെച്ച് കൊടുക്കണം? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. സഭയത്ത് അവിടെ നിന്നപ്പോ അവർക്ക് വീടുമില്ല കൂടുമില്ല ഒന്നുമില്ല. ആ പെണ്ണ് അവിടെ നിന്ന് ഇറങ്ങിയപ്പം അവർക്ക് വീട് വെക്കാൻ പൈസ കിട്ടിയടാ. അതിന് ഉമ്മ സന്തോഷിക്കല്ലേ വേണ്ടത്? നീ അത് ചിന്തിക്ക്. എനിക്കിവിടെ കൂടുണ്ടായിരുന്നു, സ്വർണം ഉണ്ടായിരുന്നു, കുടുക്കുണ്ടായിരുന്നു, എല്ലാ പെണ്ണും ഒന്ന് കാല് വെച്ചപ്പോ അത് പോയിടാ. എനിക്കിപ്പോ ആ പെണ്ണുടെ വിരോധവും കാര്യമൊന്നും ഇല്ല. പിന്നെ ഞാനൊരു കാര്യം ഇങ്ങനെ വന്നപ്പോ എന്റെ മനസ്സിൽ തോന്നിയപ്പോ ഞാൻ ഒന്ന് പറഞ്ഞു. ഉമ്മയുടെ ഈ മനസ്സിലെ തോന്നലൊക്കെ ഒന്നങ്ങ് മാറ്റി. ഞാനൊന്നും പറഞ്ഞില്ലല്ലേ. ഉമ്മ ഗുളിക എന്തെങ്കിലും ഒക്കെ വേണോ? അതെല്ലാം വേണം, ഞാൻ പറയാം. പിന്നെ ഷഹാന ഒന്നും പറഞ്ഞില്ലല്ലേ? എന്നോടൊന്നും പറഞ്ഞില്ല. പറയുന്നെല്ലാം ഉമ്മ അടുത്തല്ലേ, എന്റെ അടുത്തൊന്നും പറയത്തില്ല. അപ്പൊ ഉമ്മ അടുത്ത് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് എന്റെ അടുത്ത് പറ, ഞാനിവിടെ അറിയട്ടെ. അവളെന്തോ പറഞ്ഞു, അവളായിട്ട് പറയട്ടെ. ഞാൻ പോകുന്നു. അല്ല എനിക്കൊന്നും വായി തിരിയത്തില്ല. അല്ല ഉമ്മ നിക്ക്. ഷഹാന എന്തോ പറഞ്ഞു എന്ന് പറയുന്നെങ്കിൽ വീടിന്റെ പ്രമാണം എടുത്ത് തിരിച്ച് തന്നാ അതെല്ലാം വേണോ പറഞ്ഞു? അതല്ലടാ, എന്തൊക്കെയാ അവളിന്ന് വരെയൊക്കെ വന്നിരുന്ന് ഇവിടെ കിടന്ന് എന്റെ വെള്ളം വെച്ച് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലൊന്നും ആയില്ല. നിനക്ക് വല്ലതും മനസ്സിലാവുന്ന ചേച്ചി ഞാൻ പറഞ്ഞതാ. ഇപ്പൊ അങ്ങനെ അവള് പറയും പറഞ്ഞു. സഫിയത്തെ, നിന്റെ ഒരു വള കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയാ? അതാ വാർഡ്രോബിൽ തന്നെ കിടന്നായിരുന്നു, താഴെ വീണ് കിടന്ന്. ഞാൻ ആരോടെങ്കിലും ഇവിടെ ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ? അല്ല, ഇക്കാണ്ട് ഷർട്ട് എടുത്തപ്പോ തട്ടി വീണായിരിക്കും താഴെ കിടന്ന്. ഞാൻ വാർഡ്രോബ് മൊത്തം ഹരിച്ചപ്പോ അവിടെ കിടന്ന് കിട്ടി. ചോറുണ്ണാൻ വരുമല്ലേ? വരും. ഉമ്മ എന്തേന്ന്? ഉമ്മ കിടക്കുന്നു. വരുമല്ലേ? ഞാൻ വരാ. അത് ശരിയാ. ചോദിപ്പോയി. വേണ്ട, ചെയ്യുന്ന തെറ്റാണ്. ഇങ്ങനെയല്ല, ഞാൻ വേണ്ട എങ്ങനെയെങ്കിലും അടയ്ക്കാം. ഈ മുടങ്ങിയാലും വേണ്ടിയില്ല. ഇനിയൊന്നും ഞാൻ കൂടെ കള്ളിയാവാൻ വയ്യ. അതാ വരുന്നേ. ഒരുപാട് സമയമല്ലേ ഉണ്ടാവും എന്തോ. ഇക്ക ഒന്ന് ഇറങ്ങി വരൂ. എന്ത് ഷാന? ഇക്ക അവിടെ വണ്ടി ഉണ്ടല്ലോ അല്ലേ? ഇക്ക എന്റെ കൂടെ ഒന്ന് വരൂ. ഇക്ക എന്ത് ഒരു സ്ഥലം വരെ വായിക്ക. എവിടെ? ഒരു അത്യാവശ്യമാണ്. ഇക്ക ഒന്ന് വരണം. എന്താ കാര്യം? പറ. നീ ഇക്കായെ കൂടെ ബാധിക്കുന്ന കാര്യമാണ്. എന്നെ ബാധിക്കുന്ന കാര്യം? എന്റെ കൂടെ വന്ന വണ്ടി എന്താ പ്രശ്നം? എന്താ ഷാന പ്രശ്നം? ഇക്ക വണ്ടി എടുക്ക്. നേരെ എയർപോർട്ടിലോട്ടാണേ. എയർപോർട്ടിലാ? ഞാൻ പറയാം.
ഇത്ര നാളായി കണ്ടിട്ട് അറിയോ ആന്റിയെ? കുറെ നാളെ കണ്ടിട്ട്. അറിയോ ആന്റിയെ? മുഹൂർത്ത് നോക്കണം. മോന്റെ ഡ്രസ്സൊക്കെ വണ്ടി എടുക്കണ്ടേ? ആ ലഗേജ് എടുക്കാക്ക. അതാ നോമ്പൊക്കെ ഇനി എത്തി. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇല്ല, പെണ്ണിനെ എവിടെ പോയോ എന്തോ, രാവിലെ ഉറങ്ങി ഓടി അവ അൻസറിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇനി അവനെങ്ങനോ കിട്ടിയ അത് വല്ല കാര്യത്തിനായിരിക്കും പോയത്. ഇനി ഷഹാന പോയാ ആ തുണിയും കാര്യമല്ല ഇവിടെ കിടക്കുമല്ലേ. അമ്മായിക്കൊരു സർപ്രൈസ് ആയിരിക്കും. അതെ. ആ വന്നല്ലേ. ഉമ്മ താരൊന്ന് മനസ്സിലായ? ആര്? ഇതാണ് നിന്റെ ഗ്രാൻഡ്മ. അറിയോ? ആ ഗ്രാൻഡ്മ ഫോട്ടോ കണ്ടിട്ടുണ്ട് അല്ലേ? മനസ്സിലായോ? ഫഹദ്. ആ മോനെ. അമ്മ, മോൻ ഇനി മുതൽ നമ്മളോടൊപ്പം ഉണ്ടാവും. മോന് വാപ്പാടുത്ത് നിൽക്കുന്ന ഇഷ്ടം. ചെല്ലേ പാപ്പാടെ റൂമിൽ ചെല്ല മോനെ. ഡ്രസ്സൊക്കെ മാറി. ഡ്രസ്സൊക്കെ മാറേ. മോനൊരു സെപ്പറേറ്റ് റൂം തരാം. ഇപ്പൊ മോൻ അതില് ലഗേജ് എടുക്കാട്ടോ. ഉമ്മ ഒരു സമാധാനമായി. അവള് വരില്ല, അവള് വരത്തില്ല. മോനെ മാത്രം ഇനി കയറ്റിട്ട്. കൊച്ചിനോട് ചോദിച്ചപ്പോ പറഞ്ഞെന്ന് പറഞ്ഞാലേ ഉമ്മയുടെ രാജ്യത്ത് പോയെന്നാ. വരത്തില്ലേ? അങ്ങ് പോയാ? എന്തോ ലെറ്ററോ എന്തോ വോയിസോ ഒക്കെ ആക്കി കൊടുത്തു വിട്ടിട്ടുണ്ട്. അതെന്താന്ന് കേൾക്കുമ്പോഴേ ബാക്കി കാര്യം അറിയാൻ പറ്റൂ. വലിയൊരു തലവേദന ഒഴിഞ്ഞു കിട്ടി. 2 ദിവസമായിട്ട് എൻ്റെ ടെൻഷൻ അതായിരുന്നു. 2 ദിവസം ശരിയാ നീ പറഞ്ഞത്. 2 ദിവസമായിട്ട് ഞാനും അവള് വന്നിരിക്കുന്നു, എയർപോർട്ടിൽ വന്നിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരും എന്നുള്ള ഇതിലായിരുന്നു ഞാനും. അതൊരു ആശ്വാസമായി. വന്നാ ഞാനെന്താ ബബ്ബ അടിക്കും. എന്നാലും മാറിക്കിട്ടി. എന്നെ വിളിച്ചപ്പോ ഞാൻ പേടിച്ചു പോയി. ഞാൻ ഇക്കാര്യം വിളിച്ചോണ്ട് എയർപോർട്ടിൽ പോയതാ. എന്നിട്ട് നീ ഒന്നും പറയാതെ പോയെന്തടി? എൻ്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്ന ഇന്ന സ്ഥലത്താ പോന്നേന്ന്? അമ്മ അടുത്ത് പറയാൻ പറ്റിയില്ലമ്മ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പെട്ടെന്ന് എയർപോർട്ടിലോട്ട് എത്തുക എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ടെൻഷനും കൊണ്ട് ഇക്കായി എങ്ങനെയൊക്കെയോ കൊണ്ടങ്ങ് പോയി. പോകുന്ന വഴിക്കാണ് ഞാൻ ഇക്കായോട് പറഞ്ഞത്. അപ്പൊ ഇക്കായ്ക്ക് ടെൻഷനായിരുന്നു. പക്ഷെ കണ്ടപ്പോഴത്തേക്ക് കൊച്ചു മാത്രമേ ഉള്ളൂ. അപ്പൊ അവനോട് ചോദിച്ചപ്പോഴാ പറഞ്ഞത് അവൻ മാത്രമേ വന്നിട്ടുള്ളൂ, ഉമ്മയുടെ രാജ്യത്ത് പോവുകയാണ്. അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു വാപ്പാടെ കൂടെ പോയാൽ മതിയെന്ന്. അങ്ങനെ അവനെ ഇനി കയറ്റിക്കൊണ്ടിട്ടത്. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. കുഞ്ഞിന് ഫുഡ് എന്തെങ്കിലും ഇവിടെ അവന്നും കഴിച്ചു കാണത്തില്ല, ഫ്ലൈറ്റിലല്ലായിരുന്ന. എന്താ ഉണ്ടാക്കി കൊടുക്കാണ്ടേ? പിന്നെ സഫീത്ത് ഇവിടെ ഇല്ലേ? ഇതൊന്നും പറ്റത്തില്ല, ചോറും കറിയൊന്നും പറ്റത്തില്ല. അതിന് കുറച്ച് അവനൊക്കെ ഇഷ്ടപ്പെട്ട ഫുഡുകൾ ഉണ്ടാക്കണേ. മോളങ്ങ് ഉണ്ടാക്കി കൊടുക്കും. ഉമ്മാക്ക് അതൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. ഈ ഡ്രസ്സൊന്ന് മാറിയിട്ട് വരട്ടെ, അവന് കുറച്ച് ഫുഡ് ഉണ്ടാക്കട്ടെ. കൊച്ചിനെ ഒന്ന് ഉണ്ടാക്കിക്കൂടെ എന്തെങ്കിലും? മോനെ, കൊച്ചിനെ ഇങ്ങോട്ടൊന്ന് വിടറാ. മോനെ, അൻസറ അവന്റെ അടുത്തൊന്ന് കുഞ്ഞിനെ ഇങ്ങോട്ടൊന്ന് വിട്ടേ. എന്താ ഡാഡ്? ഗ്രാൻഡ്മയോ? ഗ്രാൻഡ്മ അല്ല, പാപ്പുമ്മ. ഗ്രാൻഡ്മയാ? അങ്ങനെയാണോ പഠിപ്പിച്ചോ നിന്നെ? നിന്റെ ഉമ്മ പഠിപ്പിച്ചോ വാപ്പ പഠിപ്പിച്ചോ?
Mom. മോം Yes. മമ്മ എന്ന് വെച്ചാ മമ്മ Mom. മോമാ ഇതൊക്കെ എന്തൊക്കെ പഠിത്തരങ്ങളും ഉമ്മ വാപ്പാന്ന് വിളിക്കാത്ത ഡാഡ് മോം ഗ്രാൻഡ് മോം. മോന് തിന്നാൻ ഇത്തിരി ദോശ ഉണ്ടാക്കി തരട്ടെ? What? ദോശ ദോശ. What? അല്ല ഞാനെന്താ പറയും, ദോശയൊന്നും തിന്ന് പഠിച്ചിട്ടില്ലേ? What? ഇനി ഇവിടെയാണോ നിക്കുന്ന മോൻ? Yeah. പാപ്പാടുത്ത് നിന്നാ മതിന്ന് മോനാണോ പറഞ്ഞ? Yes, yes. I see. അപ്പൊ ഇനി സ്കൂളിലൊക്കെ ചേർക്കണ്ടേ? Yeah. അവിടെ എത്രയില് പഠിക്കുന്നേ? What? അവിടെ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ? സ്കൂളില് പള്ളിക്കൂടത്തിൽ പഠിക്കത്തില്ലേ? You said studying. I'm studying in which class? അത് തന്നെ. എന്തുവാ നീ പറഞ്ഞു? 9th. 9th എന്ന് വെച്ചാ ഇതിൽ എത്ര അല്ല ഇതില് 9th എന്ന് വെച്ചാ എത്ര? ഓ 9. 9. Yeah, 9th. അത് ഈ സ്കൂളിൽ ചേർക്കാനുള്ളതൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന അവിടുന്ന്? What? ഓ ഒന്നുമില്ല, ഉമ്മ ഒന്നും ചോദിച്ചില്ല. Hey, don't touch. Don't touch me. ഒന്ന് തൊടട്ടാ, നിന്നെ ഞാൻ വളർത്തിയില്ലല്ലോ, ഒന്ന് Don't. ഇതൊക്കെ മാറുന്നില്ലേ? ഈ ഉടുപ്പ് നിക്കറൊക്കെ കൊണ്ടുവന്നാ? ഉമ്മ ഒന്ന് കാണട്ടെ മോനെ. എന്നെ കണക്കാണല്ലേ? Hey, what are you? ഉമ്മ ഒരു ഉമ്മ തന്നല്ലേ? What? ഉമ്മ തന്നത്. What you see? അങ്ങനെയാ ഞങ്ങളെ മക്കളെ പിടിച്ചിരുത്തി ഉമ്മ കൊടുക്കും, വളർത്തും. See. നമ്മളെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. തൊടാൻ സമ്മതിക്കാത്ത കൊച്ചുങ്ങളാ. ഇതെങ്ങനെ അങ്ങോട്ട് പോകും എന്തോ. ഇല്ല പെണ്ണ് വരുമ്പോ എന്താ പറയും? ഇക്ക വന്നേക്കുന്നല്ലേ? സത്യത്തെ നീ എവിടെ പോയിരുന്ന്? ഞാനേ മാമാടെ വീട്ടിൽ പോയിരുന്നു. ഞാൻ കുറച്ചു നേരമല്ലോ ഇവിടെ വന്നിട്ട്. അതാ ഉമ്മ എന്റെ അടുത്ത് കുറച്ച് പലഹാരം തന്നിട്ട് അവിടെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നു. അവിടുത്തെ മാമി എന്റെ അടുത്ത് കുറെ നേരം സംസാരിച്ചോണ്ടിരുന്നു. അതാ താമസിച്ചത്. പോവാൻ പെണ്ണെന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തിയിരുന്നു. പിന്നെ ഇക്ക എന്ത് എവിടെ പോയിരുന്നു? എന്നോട് ഞാന് നല്ല ക്ഷീണം, നല്ല ഉറക്കത്തിലായിരുന്നു. ഷഹാന എന്നാന്ന് നടന്ന് വിളിച്ച് ബേളം ഉണ്ടാക്കി അത്യാവശ്യമാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി. എവിടെ പോയിരുന്നു? നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, അപ്പൊ കാണിച്ചു തരാം. എനിക്കാ? എന്നക്കാ? ഫഹദേ മോനെ ഇങ്ങ് വാ. ഇതാണ് എന്റെ മോൻ. മോനെ ഇനി മുതൽ മോന്റെ മമ്മി ഇതാണ് ഉമ്മ. എന്റെ ഉമ്മ ഇതല്ല. മോൻ ഇന്ന് സഫിയത്തെ ഇന്ന് മുതൽ മോൻ നമ്മളെ കൂടെയാ. ഇനി മുതൽ നമ്മളുടെ മോനാണിത്. ഇവൻ നമ്മളെവിടെ നിന്ന് വളരും. നമ്മളുടെ സ്നേഹമുള്ള ലാളനയായിട്ട് ഇവിടെ നിന്ന് വളരണം. മോനെ നീ നല്ലതുപോലെ നോക്കണം. അവന് വേണ്ടുന്ന എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഉമ്മ അവളെ നാട്ടിലോട്ട് പോയി. മോന് എൻ്റെ അടുത്ത് തന്നെ നിൽക്കണമെന്ന് ഒരേ നിർബന്ധം. അങ്ങനെ മോനെയും കയറ്റി വിട്ടത്. മോനെ നീ നോക്കൂലേ? നോക്കൂന്നെ ഒരു വിഷയം. അങ്ങനെ പറയരുത് മോനെ. ഇനി ഉമ്മ നോക്കിക്കോളാം മോന്റെ കാര്യമല്ല. മോനെ കൊച്ചു കുഞ്ഞല്ലേ, അവൻ മാറി വരും. മാത്രമല്ല ഇവിടെ ഈ നാടുമായിട്ടൊന്നും അവനൊരു ബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ. കുഴപ്പമില്ലേക്കാ.
ഞാൻ അവന് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാൻ. ആ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്കിത് ഇഷ്ടമൊന്നുമില്ല. നല്ലതാണ്. വേണ്ട എനിക്കിത്, എനിക്ക് വേണ്ട. ഒരെണ്ണം കഴിക്കും. വേണ്ട, എനിക്കിത് വേണ്ട. ഐ ഡോണ്ട് ലൈക്ക് ദിസ്. ചൂടോടെ. No, 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 no. ഉമ്മ പറഞ്ഞു മോൻ ഒന്നും കഴിച്ചില്ലെന്ന്, മോന് ഫുഡ് ഇത് കഴിക്കേ. No, I don't want this. I don't like this. എന്നെ ശല്യപ്പെടുത്തല്ലോ, എന്റെ പിറകെയൊന്നും വരല്ലോ. Go, 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 go.